നമസ്കാരം. മൂവാറ്റുപുഴയിൽ അധ്യാപകന്റെ കൈവെട്ടിയ കേസിൽ കൂടുതൽ അന്വേഷണത്തിന് NIA. പ്രൊഫസർ TJ ജോസഫ് കൈവെട്ട് കേസിൽ ഗൂഢാലോചനയിലാകും ഇനി വിശദമായ അന്വേഷണം നടത്തുക. പ്രതി സവാദിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് കൂടുതൽ അന്വേഷണം നടത്തുന്നത്. 14 വർഷം ഒളിവിൽ കഴിഞ്ഞ സവാദിനെ 2024 പിടികൂടിയത്. 14 വർഷം ഒളിവിൽ തുടരാൻ നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം കിട്ടിയെന്നാണ് സവാദിന്റെ മൊഴിയിലുള്ളത്. ഈ സാഹചര്യത്തിൽ പോപ്പുലർ ഫ്രണ്ടിന്റെ വേരുകളിലേക്ക് അന്വേഷണം നീളും. 2019 പ്രൊഫസർ TJ ജോസഫ് ആക്രമിക്കപ്പെട്ടത്. ദിണ്ടിഗലിനടുത്തുള്ള പന്തിരുമലയിലും കണ്ണൂരിലും സവാദിന് ഒളിവിൽ കഴിയാൻ പോപ്പുലർ ഫ്രണ്ടിന്റെ സഹായം കിട്ടി. ഇക്കാര്യത്തിൽ കൂടുതൽ അന്വേഷണം നടത്തേണ്ടതുണ്ടെന്ന് NIA കോടതിയെ കഴിഞ്ഞ ദിവസം NIA അറിയിച്ചിരുന്നു. സവാദിന്റെ വിചാരണ വൈകിപ്പിക്കാനുള്ള ദേശീയ അന്വേഷണ ഏജൻസിയുടെ മനഃപൂർവ്വമായ നീക്കമാണിതെന്ന് പ്രതിഭാഗം അഭിഭാഷകനും കോടതിയിൽ നിലപാടെടുത്തു. കേസിലെ 19 പ്രതികളെ കോടതി നേരത്തെ ശിക്ഷിച്ചിരുന്നു. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ കൂടുതൽ അംഗങ്ങൾക്ക് പങ്കുണ്ടോ എന്നാണ് NIA നിലവിൽ പരിശോധിക്കുന്നത്. TJ ജോസഫിനെ ആക്രമിച്ച ശേഷം ഒളിവിൽ പോയ സവാദ് തമിഴ്നാട്ടിലും കേരളത്തിലുമായാണ് ഒളിവിൽ കഴിഞ്ഞത്. ഇയാൾക്ക് താമസിക്കാനും ജോലി കണ്ടെത്താനും പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടെ പിന്തുണ ലഭിച്ചിരുന്നുവെന്നാണ് NIAയുടെ വാദം. കൈവെട്ട് കേസിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ടെന്നും പ്രതികൾക്ക് ഒളിവിൽ പോകാൻ ഉൾപ്പെടെ വലിയ കൂട്ടം തന്നെ പ്രവർത്തിച്ചു എന്നുമാണ് NIAയുടെ നിലപാട്. ഇത്തരം വിവരങ്ങൾ പുറത്തു കൊണ്ടുവരാൻ തുടരന്വേഷണം ആവശ്യമാണെന്ന് ചൂണ്ടിക്കാട്ടി കൊച്ചിയിലെ പ്രത്യേക കോടതിയിൽ NIA വ്യാഴാഴ്ച അപേക്ഷ നൽകി. NIAയുടെ അപേക്ഷ കോടതി സ്വീകരിച്ചു. 2010 ജൂലൈ 4 തൊടുപുഴ ന്യൂമാൻ കോളേജിലെ അധ്യാപകനായിരുന്ന പ്രൊഫസർ TJ ജോസഫ് ആക്രമിക്കപ്പെട്ടത്. മതനിന്ദ ആരോപിച്ചായിരുന്നു ആക്രമണം. മുഖ്യപ്രതി സവാദായിരുന്നു അധ്യാപകന്റെ വലത് കൈപ്പത്തി വെട്ടിമാറ്റിയത്. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ സവാദ് 2024 ജനുവരി 10 കണ്ണൂരിൽ നിന്നാണ് പിടിയിലായത്. ഷാജഹാൻ എന്ന വ്യാജ പേരിലായിരുന്നു ഇയാൾ ഇവിടെ കഴിഞ്ഞിരുന്നത്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകനായ സഫസി എന്നയാളെയാണ് സവാദിന് കണ്ണൂരിൽ സംരക്ഷണം ഒരുക്കിയതെന്നും NIA പറയുന്നു. 2020 മുതൽ അറസ്റ്റിലാകും വരെ കണ്ണൂരിലെ ചാക്കാട്, മട്ടന്നൂർ പ്രദേശങ്ങളിൽ സവാദ് ഒളിവിൽ കഴിഞ്ഞു. കൈവെട്ട് കേസിൽ 55-ാം പ്രതിയായി ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയാണ് സവാദിനെ സഹായിച്ച സഫർ. സവാദിന് ഒളിവിൽ കഴിയാൻ സഹായം പലരുടെയും ലഭിച്ചിട്ടുണ്ടെന്നാണ് NIA സംഘം വിശ്വസിക്കുന്നത്. ഓട്ടോ ഡ്രൈവറായ ഭാര്യ പിതാവ് മംഗളൂരിനടുത്തുള്ള ആരാധന കേന്ദ്രത്തിൽ വെച്ചാണ് സവാദിനെ പരിചയപ്പെട്ടത്. അനാഥനാണെന്നും ഷാജഹാനാണെന്ന് തന്റെ പേരെന്നും കണ്ണൂർ സ്വദേശിയാണെന്നുമാണ് അന്ന് പറഞ്ഞത്. തുടർച്ചയായ കൂടിക്കാഴ്ച തുടർന്നാണ് 10 മക്കളുടെ പിതാവായ ഓട്ടോ ഡ്രൈവർ മകളുമായുള്ള കല്യാണം നടത്തിയത്. ഷാജഹാൻ എന്ന പേരിൽ തന്നെയാണ് വിവാഹം കഴിച്ചതും. തന്നെ തിരിച്ചറിയാതിരിക്കാൻ താമസിക്കുന്ന ഇടങ്ങളിൽ ഭാര്യയുടെ തിരിച്ചറിയൽ രേഖയും മഞ്ചേശ്വരത്തെ മേൽവിലാസവുമാണ് സവാദ് നൽകിയിരുന്നത്. അറസ്റ്റ് ചെയ്ത നിമിഷം വരെ ഭാര്യയ്ക്ക് ഇയാളുടെ യഥാർത്ഥ പേരോ കൈവെട്ട് കേസിലെ പ്രതിയാണെന്നോ അറിവുണ്ടായിരുന്നില്ലെന്ന് ഭാര്യ പോലീസിന് മൊഴി നൽകിയിരുന്നു. കർണാടക അതിർത്തിയിൽ താമസിക്കുന്ന ഭാര്യയ്ക്ക് മലയാളം നന്നായി അറിയില്ലായിരുന്നു. മൂത്ത കുട്ടിയെ സ്കൂളിൽ ചേർക്കാൻ ചെന്നപ്പോൾ പ്രഥമ അധ്യാപകനോടാണ് യഥാർത്ഥ പേര് പറയുന്നത്. 2 പേരുണ്ടെന്നും ഷാജഹാൻ എന്നത് വീട്ടിലെ പേരാണെന്നും സവാദ് എന്നാണ് യഥാർത്ഥ പേരെന്നും പറഞ്ഞു. 2016 സവാദ് വിവാഹം കഴിച്ചത്. കൈവെട്ട് കേസ് പ്രതിയെന്ന് അറിയാതെയാണ് 8 വർഷം മുമ്പ് മകളെ വിവാഹം കഴിച്ചു നൽകിയതെന്നും സവാദിന്റെ ഭാര്യ പിതാവ് പറഞ്ഞു. വിവാഹം കഴിഞ്ഞ് കണ്ണൂരിലെത്തി വളപ്പട്ടണത്തും ഇരിട്ടി വിളക്കോടും പിന്നീട് മട്ടന്നൂർ ബേരത്തും വാടകയ്ക്ക് താമസിച്ചു. വിവരങ്ങൾ മറച്ചുവെച്ചു. വാടക വീടെടുക്കാൻ നൽകിയത് ഭാര്യയുടെ രേഖകളും വിലാസവും. ഗർഭിണിയായി ബേരത്തെത്തിയപ്പോൾ ആശാ വർക്കർമാർക്കും പൂർണ്ണ വിവരങ്ങൾ നൽകാതെ സവാദ് ഒഴിഞ്ഞുമാറി. ഷാജഹാൻ തന്നെയാണോ സവാദ് എന്ന് NIA ഉറപ്പിക്കുന്നത് ഇളയ കുഞ്ഞിന്റെ ജനനരേഖയിൽ നിന്നാണെന്നാണ് വിവരം. മരപ്പണി പഠിച്ചെടുത്തത് കണ്ണൂരിൽ നിന്നാണ്. വാടക വീടെടുക്കാനും മരപ്പണിക്കും സഹായം നൽകിയത് പോപ്പുലർ ഫ്രണ്ട് ബന്ധമുള്ളവരെന്നും NIAക്ക് വ്യക്തമായിട്ടുണ്ട്.